ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. അന്വേഷണം കൂടുതൽ ഇടത്തേക്കും വ്യാപിപ്പിക്കും. പ്രതി സംസ്ഥാനം വിട്ടിട്ടുണ്ടോ എന്ന സംശയമുള്ളതിനാൽ കേരളത്തിന് പുറത്തേക്കും അന്വേഷണം നടത്തും. ആനന്ദ് പുതൂരുണ്ട്. ആനന്ദ്, ഒരു ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയൊരു കവർച്ച നടന്നിട്ട് എന്നിട്ടും ഇതുവരെയും പ്രതിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനം വിട്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അന്യസംസ്ഥാനത്തേക്ക് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം ഏതരത്തിലാണ് ഇനി അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രത്യേക സംഘത്തെയൊക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. തീർച്ചയായിട്ടും, അതായത് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്ന ഒരു സൂചന എന്ന് പറയുന്നത് പ്രതി ഈ എറണാകുളം ഭാഗത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ്. മാത്രമല്ല ഈ റെയിൽവേ ലൈനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസം ഈ അന്വേഷണം നടന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അല്പസമയം മുമ്പ് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പ്രതി രക്ഷപ്പെട്ടത് തൃശൂർ ഭാഗത്തേക്ക് തന്നെയാണ് എന്നുള്ള ഒരു സൂചനയാണ് പോലീസിനുള്ളത്. കാരണം ഈ പ്രതി ഈ പോലീസിനെ കബളിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ അങ്കമാലി വരെ പോയി തിരിച്ച് തൃശൂർ ഭാഗത്തേക്ക് തന്നെ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള ഒരു സൂചനയ്ക്ക് പോലീസുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഇപ്പോൾ തൃശൂർ, പാലക്കാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ഈ വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത്. അതേസമയം തന്നെ ഈ പ്രതി സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് തള്ളിയിട്ടില്ല. ഇത്രയും സമയമായിക്കൊണ്ട് കവർച്ച നടന്ന് ഏതാണ്ട് 20 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു തുമ്പ് പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരുന്നുണ്ട്. ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലാണ് ഇപ്പോൾ എസ് പിയുടെ അടക്കം നേതൃത്വത്തിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ബാങ്ക് കവർച്ച നടന്നിട്ട് പോലും പ്രതിയെ ഇതുവരെയും കണ്ടെത്താനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇരട്ടിൽ തപ്പുക തന്നെയാണ് പോലീസ്. അന്യസംസ്ഥാനത്തേക്കടക്കം തെരച്ചിൽ നടത്തുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു. ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.